നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ഈശോയുടെ ആഹ്വാനം ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ യാഥാർത്ഥ്യമാകുന്നു. വായന പരിമിതിയുള്ളവർക്കും രോഗക്കിടക്കയിൽ ആശ്വാസം നേടുന്നവർക്കും ഏത് തിരക്കിനിടയിലും വചനം കേൾക്കാൻ കൊതിക്കുന്നവർക്കും എങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം എത്തിച്ചു നൽകാം? ഈ ചിന്ത സുനോജ് ആന്റണി എത്തിച്ചത് ഒരു വലിയ നിയോഗത്തിലേക്കായിരുന്നു. ലളിതമായ ഒരു ഉപകരണത്തിലൂടെ വചനം എല്ലാവരുടെയും കാതുകളിൽ എത്തിക്കുക എന്ന ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. ആ ആഗ്രഹത്തിൽ നിന്നും പിറവിയെടുത്തതാണ് രക്ഷാവചനം ഓഡിയോ ബൈബിൾ. കാക്കനാടുള്ളൊരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ കുറച്ച് പറമ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കൃഷിയൊക്കെ മോശമായപ്പോൾ പല വഴികളും നോക്കിയിട്ട് അവസാനം ദൈവവചനം റെക്കോർഡ് ചെയ്തിട്ട് മരത്തിലൊക്കെ വെച്ച് സ്പീക്കർ വെച്ചിട്ട് അവിടെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഉറക്കെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പം കൃഷിയൊക്കെ ഭയങ്കരമായിട്ട് അഭിവൃദ്ധിപ്പെടുകയും തെങ്ങും കവുങ്ങുമൊക്കെ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി കാർഷിക സർവകലാശാലയിൽ നിന്ന് ആളുകൾ വന്നെന്നൊക്കെ ഞാൻ കേൾക്കുണ്ടായി. അതുപോലെ തന്നെ ദാനിയേലച്ചൻ്റെ ഒരു ടോക്കിൽ മണ്ണുത്തിയിലൊരു പശു വളർത്തൽ ഫാമിൽ അവിടെ ഇതുപോലെ പശുക്കളുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് പാലൊക്കെ കുറഞ്ഞപ്പോൾ അവരിങ്ങനെ സ്പീക്കർ വെച്ചിട്ട് ദൈവവചനം തൊഴുത്തിലിങ്ങനെ കേൾപ്പിച്ചപ്പോൾ പശുക്കൾ ധാരാളം പാല് ചുരത്തുകയും നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായെന്ന് കേട്ടു. ഇത് ശരിക്കും എന്നെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ചൊരു സംഭവമാണ്. എന്നാലും എനിക്കന്ന് അറിയില്ലായിരുന്നു ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കാൻ പോകുന്ന വലിയൊരു പദ്ധതിയുടെ വിത്ത് പാകിയതാണതെന്ന്. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം മൂന്നാമതൊരു കുഞ്ഞുണ്ടായി. അവൻ്റെ രാത്രിയിലെ ഉറക്കത്തിൽ കുറച്ച് ഡിസ്റ്റർബൻസുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ US എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഓഡിയോ ബൈബിള്, ഈ സമ്പൂർണ്ണ ബൈബിൾ ഓഡിയോ രൂപത്തിൽ നമുക്ക് ഈ പെൻഡ്രൈവിലൊക്കെ അവൈലബിളാണ്. അത് ലാപ്ടോപ്പിൽ കുത്തിവെച്ചിട്ട് രാത്രിയിലൊക്കെ പ്ലേ ചെയ്താൽ ഇഷ്യൂസൊക്കെ മാറുമെന്ന് പറഞ്ഞു. ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ തീരുമാനിച്ചിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ ഒരു പെൻഡ്രൈവ് സംഘടിപ്പിച്ച് വീട്ടിൽ വെച്ചിങ്ങനെ രാത്രിയിൽ കേൾക്കാൻ തുടങ്ങി. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നമ്മുടെ ഉറക്കം പോവുമോ, ഒച്ച കേൾക്കുമ്പോൾ നമ്മളെങ്ങനെ ഉറങ്ങാൻ പറ്റുക എന്നൊക്കെയായിരുന്നു. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞ് നന്നായിട്ട് ഉറങ്ങി, നമ്മളും നന്നായിട്ട് ഉറങ്ങി. പിന്നീട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വെക്കുമ്പം വീട്ടിലൊരു മാറ്റം നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഡിവൈൻ ഫീൽ, നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി. ശരിക്കും അതൊരു തമ്പുരാൻ തന്നൊരു ബോധ്യമായിരുന്നു. ആ ഒരു ബോധ്യമാണ് നമ്മുടെ രക്ഷാവചനം എന്ന ഓഡിയോ ബൈബിൾ പ്ലെയറിൻ്റെ ഒരു പിറവി എടുക്കാൻ ഇടയായൊരു അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വീട്ടിൽ മുഴുവൻ സമയവും കണ്ടിന്യൂസ്ലി വചനം മുഴങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രക്ഷാവചനം ഓഡിയോ ബൈബിൾ പ്ലെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സമ്പൂർണ്ണ ബൈബിൾ ഓഡിയോ രൂപത്തിൽ ഒരു ഡിവൈസിൽ, ഒരു ആവറേജ് വീട് മുഴുവൻ മുഴങ്ങി കേൾക്കത്തക്ക രീതിയിൽ ഡിസൈൻ ചെയ്തൊരു ഡിവൈസാണ് നമ്മുടെ ഈ വുഡൻ ഡിവൈസ്. ഇതിനൊരു ഡിസ്പ്ലേ ഉണ്ട്. ഏത് ഭാഗമാണ് പ്ലേ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ബാറ്ററിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ പറ്റും. ഈ ഒരു സിംഗിൾ നോബ് വഴിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ നോബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസ് ഓണാവും. ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് നിന്ന് ഇഷ്ടമുള്ള ബുക്ക് സെലക്ട് ചെയ്യാം. ബുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ചാപ്റ്ററുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരു ബുക്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ ഉൽപ്പത്തിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇത് കണ്ടിന്യൂസ്ലി പ്ലേ ചെയ്യും. നമ്മൾ വേറെ ഇൻ്റർഫറൻസും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ്ലി വെളിപാട് വരെ പ്ലേ ചെയ്തിട്ട് വെളിപാടിൽ നിന്ന് തിരിച്ച് വീണ്ടും അത് ഉൽപ്പത്തിയിലേക്ക് വരും. ഇനി അതല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ ഫേവറേറ്റ്സ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അങ്ങനെ ആഡ് ചെയ്താൽ ഇപ്പോൾ സപ്പോസ് സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ബുക്കുകൾ, അതൊക്കെ നമുക്ക് ഫേവറേറ്റ്സ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് കേൾക്കാൻ പറ്റും. അതോടൊപ്പം ഈ രാത്രിയിലൊക്കെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പം ബൈബിൾ കേട്ട് കിടന്നിട്ട് ഒരു പർട്ടിക്കുലർ സമയമാകുമ്പോൾ ഇത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. ഇപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉറങ്ങി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ഓഫായി പൊക്കോളും. അപ്പോൾ ഒരു ഓഡിയോ ബൈബിൾ പ്ലെയറിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആളുകളിൽ നിന്ന് ഉള്ള ഫീഡ്ബാക്ക് അനുസരിച്ച് എല്ലാ പ്രൊവിഷൻസും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വുഡൻ ഡിവൈസ് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റാതിരുന്നതിനാലും ആളുകൾക്ക് എക്കണോമിക്കലി വയബിളായ ഒരു ഡിവൈസ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഒരു ഡിവൈസ് വന്നത്. ഇത് വുഡൻ ഡിവൈസിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഡിസ്പ്ലേ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബൈബിളിൽ നമ്മൾ എല്ലാ ബുക്കുകളും തുടങ്ങുമ്പം അതിൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഇതിനില്ല. നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പ്ലേ പോസ് ഉണ്ട്.
ഇതിലും ബുക്കുകൾ നമുക്ക് സ്വിച്ച് ചെയ്യാം, ചാപ്റ്ററുകൾ സ്വിച്ച് ചെയ്യാം. ഫേവറേറ്റ്സും സ്ലീപ്പ് ടൈമറും ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സൗണ്ട് ക്വാളിറ്റിയിൽ യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതേ സൗണ്ട് ക്വാളിറ്റി തന്നെയുണ്ട്. ബാറ്ററി ബാക്കപ്പ് അതുപോലെയാണ്. നമുക്കൊരു 8 മണിക്കൂർ ബാറ്ററി ബാക്കപ്പാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു 14 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ചിലരൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നതാണ്, നമ്മൾ ഈ ഡിവൈസ് വീട്ടിൽ പ്ലേ ചെയ്യുമ്പം ഇത് ശ്രദ്ധിക്കാൻ സാധിച്ചില്ലെങ്കിൽ ദൈവവചനത്തിനോട് കാണിക്കുന്നൊരു നിന്ദയാവില്ലേ, ഒരു ബഹുമാനക്കുറവാവില്ലേ എന്നൊക്കെ. എനിക്കും ആധികാരികമായിട്ടൊരു മറുപടി പറയാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ധാരാളം അത്ഭുത സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ ഈ രക്ഷാവചനം അല്ലെങ്കിൽ ഓഡിയോ ബൈബിൾ പ്ലെയർ വീട്ടിൽ ഉപയോഗിച്ചതിൻ്റെയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ ഒരു സമയത്ത് ഇങ്ങനൊരു സംശയം ഉടലെടുത്ത സമയത്താണ് ഒരു ഫാമിലി എന്നോട് പറഞ്ഞത്. അവർ രാവിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രാവിലെ ജോലിക്ക് പോകും. രണ്ടുപേരും ടീച്ചേഴ്സാണ്, തൃശ്ശൂർ സൈഡിൽ നിന്നുള്ളവരാണ്. അവർ ജോലിക്ക് പോകുന്ന സമയത്ത് ഇവർ ഈ ബൈബിൾ പ്ലെയർ ഓൺ ചെയ്ത് വെക്കും. എന്നിട്ട് വീട് പൂട്ടിയിട്ട് പോകും. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ വരെ ഇത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു കൗതുകമായിരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, വളരെ തിരിച്ച് വരുമ്പം നമ്മുടെ വീട് ശരിക്കും ദൈവ ചൈതന്യം നിറഞ്ഞ് ഒരു വല്ലാത്തൊരു ഡിവൈൻ ഫീൽ നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. വീട് നമ്മളെ വെൽക്കം ചെയ്യുന്ന പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു നമ്മുടെ ഒരു ഉൾക്കണ്ണ് തുറന്ന പോലെയായിരുന്നു. ശരിക്കും തമ്പുരാൻ തന്നൊരു ബോധ്യമാണ്, വചനം പുറത്തേക്ക് വരുന്ന വചനം ഫലം പുറപ്പെടുവിക്കാതെ തിരിച്ചു പോവില്ല. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും അത് ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ബൈബിൾ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വചനം നിറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീട് മാറും. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നോക്കിയിരിക്കുമ്പോൾ വീട് അഭിവൃദ്ധിപ്പെടുന്നത് നമുക്ക് തിരിച്ചറിയാനാവും. ഈ ഓഡിയോ ബൈബിൾ പ്ലെയർ തുടങ്ങുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. നമ്മളൊരു ആവേശത്തിൽ എടുത്ത് ചാടിയെങ്കിലും സത്യത്തിലത് വട്ടായലച്ചൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിത് തുടങ്ങിയ സമയത്താണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയത്. ശരിക്കും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് തൊട്ട് പ്രൊഡക്ഷൻ വരെ തിരിഞ്ഞു നോക്കിയാൽ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. തമ്പുരാൻ കൈപിടിച്ചിരുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. നമ്മൾ വുഡൻ ഡിവൈസിൽ നോക്കിയാൽ അതിൻ്റെ ഷേപ്പും വുഡിൽ കടഞ്ഞെടുത്തതും ഒക്കെ എല്ലാം ശരിക്കും ഇപ്പോൾ ഒരു മിസ്റ്ററിയാണ്. അതാത് സമയത്ത് ഔസപിതാവിൻ്റെയൊക്കെ ഇടപെടലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത്ഭുതകരമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. നമുക്ക് സഭയുടെ ഭാഗത്തുനിന്ന് ആനാപറമ്പിൽ പിതാവും ജോൺസൺ അച്ഛനും POC ഒഫീഷ്യൽസും ഒക്കെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതോടൊപ്പം ഷോജി അച്ഛൻ, എഫാത്തയോടുള്ള ടോണി അച്ഛൻ. ഞാൻ ശരിക്കും ഒരു IT പേഴ്സണാണ്, പ്യുവർലി സോഫ്റ്റ്വെയർ ആണ്. എനിക്ക് സത്യത്തിൽ ഹാർഡ്വെയറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള ഞാനാണ് ഈ ഒരു ഓഡിയോ ബൈബിൾ പ്ലെയറിലേക്ക്, അല്ലെങ്കിൽ എന്നെയാണ് തമ്പുരാൻ തിരഞ്ഞെടുത്തത്. എനിക്കതൊരു അത്ഭുതമായിരുന്നു. നമുക്കിതെങ്ങനെ ചെയ്യാൻ പറ്റും? കാരണം ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അതിലൊരു അത്ഭുതം എന്നായിരുന്നു ചോദിച്ചാൽ, നമുക്ക് ഈ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം നമുക്ക് വേണ്ട ആളുകൾ, ഇതിനോട് ബന്ധപ്പെട്ട ആളുകൾ ഓൾറെഡി നമ്മുടെ കണക്ഷനിൽ തമ്പുരാൻ അതിന് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് ആവശ്യത്തിനും നമുക്ക് കണക്ട് ചെയ്ത് വരുമ്പം പലരും റെഫർ ചെയ്ത് പോകുന്ന ആ ഡെഡ് എൻഡ് വരുന്ന ആളുകൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. നേരത്തെ തമ്പുരാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടായിരുന്നു. അങ്ങനെ വലിയൊരു അത്ഭുതമായിരുന്നു ഇതിൻ്റെ പ്രൊഡക്ഷനും ഡെവലപ്മെൻറ്റും ഒക്കെ നമുക്ക് സമ്മാനിച്ചത്. ശരിക്കും അത്ഭുതകരമായിട്ട് ഇതെല്ലാം മുന്നോട്ട് പോയി. പിന്നെ കുടുംബത്തിൽ നിന്ന് കുറച്ച് എതിർപ്പുകളുണ്ട്. IT ജോലിയും എല്ലാം വിട്ടിട്ട് ഇതിൻ്റെ പുറകെ പോയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വഴിതെറ്റിപ്പോയ പോലത്തെ ഒരു ഫീല് എൻ്റെ ഫാമിലിയിലും വൈഫിൻ്റെ ഫാമിലിയിലും ഉണ്ട്. അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഗ്രാജുവലി അത് കുറഞ്ഞു വരുന്നു. നമുക്കെന്താ പറ്റിയ എന്തോ ഒരു കുഴപ്പം നമുക്ക് പറ്റിയതുപോലെയാണ് ആളുകളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇപ്പം ആളുകൾ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളും ഏറ്റെടുത്തേക്കുന്ന ജോലിയുടെ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയുടെ ഉത്തരവാദിത്വവും ഇതിൻ്റെ ഒരു വിശുദ്ധിയും ഇതിൽ വേണ്ട ഒരു വിശുദ്ധിയും ഇതിൻ്റെ ഒരു തീക്ഷ്ണതയും നമ്മൾ കൂടുതൽ മനസ്സിലാക്കി വരുന്നു. നമ്മുടെ ജീവിതം അതിനനുസരിച്ച് കൂടുതൽ നമ്മൾ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരു സാധാരണ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ശുശ്രൂഷയല്ല. അപ്പോൾ ഒത്തിരി എഫേർട്ട്സും കാര്യങ്ങളും അതിന് വേണം. തമ്പുരാൻ്റെ കൃപയുണ്ടായാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും പ്രാർത്ഥന അതിന് അത്യന്താപേക്ഷിതമാണ്.